ഹലോ, എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നുണ്ടോ? ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 5ാം ക്ലാസ്സിലെ ബേസിക് സയൻസിൻ്റെ 1ാമത്തെ ചാപ്റ്ററാണ് കേട്ടോ. അപ്പോൾ ഏതാണ് ചാപ്റ്റർ നോക്കിയാലോ? ദ ചെയിൻ ഓഫ് ലൈഫ്. എന്താണ് ചാപ്റ്ററിൻ്റെ പേരെന്താണ്? ദ ചെയിൻ ഓഫ് ലൈഫ് ആണ് അല്ലേ? എടാ കൂട്ടുകാരെ, നമ്മൾ ക്ലാസ്സിലോട്ട് കിടക്കുന്നതിന് മുന്നേ എൻ്റെ കുഞ്ഞു മക്കൾ ഒരു കാര്യം ചെയ്യണം കേട്ടോ. നമ്മുടെ ചാനൽ എന്ത് ചെയ്യണം? ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലമർത്തുകയും ചെയ്യണം കേട്ടോ. അപ്പോൾ മിസ് ഇടുന്ന ക്ലാസ്സസ് എന്ത് ചെയ്യും? പെട്ടെന്ന് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഒന്നാമത്തെ ഏതാണ്? ദ ചെയിൻ ഓഫ് ലൈഫ് ആണ് ഒന്നാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത്. ഏതാണ്? ദ ചെയിൻ ഓഫ് ലൈഫ് ആണ് കേട്ടോ. അപ്പോൾ എന്താണ് ചെയിൻ എന്ന് പറയുന്നത്? എല്ലാ ജീവികളും തമ്മിൽ കണക്റ്റഡ് ആയിട്ടാണ് ജീവിക്കുന്നത് അല്ലേ? എല്ലാ ജീവികളും തമ്മിൽ എങ്ങനെയാണ് ജീവിക്കുന്നത്? കണക്റ്റഡ് ആയിട്ടാണ് ജീവിക്കുന്നത്. ഇവിടെ നോക്കിക്കേ, ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട് അല്ലേ? ഇവിടെ എന്ത് കൊടുത്തിട്ടുണ്ട്? ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഈ പിക്ചറിൽ എന്തൊക്കെയാണുള്ളത്? എൻ്റെ കുഞ്ഞു കൂട്ടുകാരെന്ന് പറഞ്ഞേ, ഈ പിക്ചറിൽ എന്തൊക്കെയാണുള്ളത്? നിങ്ങൾ തന്നെ പറയണേ, മിസ് പറയില്ല കേട്ടോ. ഇതെന്താടാ ഒന്ന് പറഞ്ഞു നോക്കിക്കേ. കൂടെ തന്നെ എൻ്റെ കുഞ്ഞു മക്കൾ പറയണേ. എന്താണ്? ഫിഷാണ് അല്ലേ? ഇവിടെ ഒരു ബേർഡ് ഉണ്ട്. ഏതാ ബേർഡ് എന്ന് അറിയുന്നവര് ജസ്റ്റ് നമ്മുടെ കമന്റ് ബോക്സിൽ പെട്ടെന്നൊന്ന് കമന്റ് ചെയ്തടാ, ഏതാണ് ആ ബേർഡ്? നെക്സ്റ്റ് വേറെ എന്തൊക്കെയാണുള്ളത്? ട്രീസ് ഉണ്ട്, ഫ്ലവേഴ്സ് ഉണ്ട് അല്ലേ? റിവർ അല്ലേ? ഒരു റിവർ ഉണ്ട് അല്ലേ? റിവറിൻ്റെ ഉള്ളിലാണ് ആരുള്ളത്? നമ്മുടെ ഫിഷ് ഉള്ളത്. ഫിഷ് ക്രൂരമായിട്ട് ആരെ നോക്കുന്നുണ്ട്? നമ്മുടെ ബേർഡിനെ നോക്കുന്നുണ്ട് അല്ലേ? ഇനി എന്തൊക്കെയാ പറയാനുള്ളത് നോക്കിയാലോ? എന്തൊക്കെയാ പറയാനുള്ളത് നോക്കാം അല്ലേ? ഒബ്സർവ് ദ പിക്ചർ. പിക്ചർ എന്ത് ചെയ്യാനാ പറഞ്ഞേക്കുന്നത്? നിരീക്ഷിക്കുക. വിച്ച് ബേർഡ്സ് ഈസ് ഇൻ ദ പിക്ചർ. ഈ പിക്ചറിൽ കാണപ്പെടുന്ന ബേർഡ് ഏതാണ്? അത് മനസ്സിലായവര് ഒന്ന് പറഞ്ഞു തരണേ. വിച്ച് ബേർഡ് ഈസ് ഇൻ ദ പിക്ചർ. ഈ പിക്ചറിൽ കാണപ്പെടുന്ന ബേർഡ് ഏതാണ്? വാട്ട് ഈസ് ഇറ്റ്സ് മെയിൻ ഫുഡ്. ഇതിന്റെ മെയിൻ ഫുഡ് എന്താണ്? വേർ ഈസ് ദിസ് ബേർഡ് യൂഷ്വലി സീൻ. ഈ ബേർഡ് എവിടെയാണ് സാധാരണയായിട്ട് കാണപ്പെടുന്നത്? വാട്ട് കുഡ് ബി ദ റീസൺ ഫോർ ദാറ്റ്. ഇത് അവിടെ കാണപ്പെടാനുള്ള റീസൺ എന്താണ് എന്ന് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് നോക്കി പോവാം. ദ കിങ് ഫിഷർ ലീവ്സ് ഇൻ ദ ബോറോ ഓൺ ദ റിവർ ബാങ്ക്സ് നിയർ ദ പോണ്ട്സ്. ഇവരെവിടെ കാണപ്പെടുന്നത്? ഇതിന്റെ പേരെന്താണ്? കിങ് ഫിഷർ ആണ് കേട്ടോ. അപ്പൊ നമുക്ക് ഇപ്പൊ തന്നെ എഴുതി പോവാം. അപ്പൊ ചോദിച്ച ക്വസ്റ്റിന് ആൻസർ ഒന്ന് ചെയ്തേടാ മക്കളെ. ഇത് ഏതാണ്? ബേർഡ് എന്ന് പറയുന്നത് ഏതാണ്? ബേർഡ് എന്ന് പറയുന്നത് ഏതാണ്? പറഞ്ഞിട കിങ് ഫിഷർ ആണ് കേട്ടോ. ബേർഡ് എന്ന് പറയുന്നത് ഏതാണ്? നമ്മുടെ കിങ് ഫിഷർ ആണ് കേട്ടോ. ഏതാണ്? കിങ് ഫിഷർ ആണ്. നെക്സ്റ്റ് അടുത്ത് നോക്കിക്കേ, കിങ് ഫിഷർ എന്ന് എഴുതി. നെക്സ്റ്റ് അടുത്ത് എന്താണ്? വാട്ട് ഈസ് ഇസ് മെയിൻ ഫുഡ്. മെയിൻ ഫുഡ് ഇവരുടെ ഏതാ നോക്കാം കേട്ടോ. ദേ മോസ്റ്റ്ലി ചൂസ് പ്ലേസസ് നിയർ ദ വാട്ടർ സോഴ്സസ് വേർ ദേ ക്യാൻ ഫിഷ്. അപ്പോൾ ഈ കിങ് ഫിഷറിനൊരു ചെറിയ പ്രത്യേകത ഉണ്ട്. ഇവർ മെയിനായിട്ട് കഴിക്കുന്ന ഫുഡ് എന്ന് പറയുന്നത് എന്താണ്? ഫിഷാണ് കേട്ടോ. അപ്പോൾ ഇവർ താമസിക്കുക എവിടെയാന്ന് വെച്ചാൽ റിവർ അല്ലെങ്കിൽ പുഴയുടെ തീരം, അതേപോലെ കുളത്തിൻ്റെ പോണ്ടിൻ്റെ നിയർ ആയിട്ടാണ് ഇവർ എന്ത് ചെയ്യുക? സാധാരണയായിട്ട് ഇവർ താമസിക്കല്. കാരണം എന്താണെന്ന് വെച്ചാൽ മീൻ പിടിക്കാൻ എളുപ്പത്തിനാണ് ഇവർ എന്ത് ചെയ്യുന്നത്? അങ്ങനെ താമസിക്കുന്നത് കേട്ടോ. വാട്ട് ഈസ് എ മെയിൻ ഫുഡ് എന്ന് വെച്ചാൽ ഏതാണ്? മെയിൻ ഫുഡ് ഏതാണ്? ഫിഷാണ് കേട്ടോ. ഇവരുടെ മെയിൻ ഫുഡ് എന്ന് പറയുന്നത് ഏതാണ്? ഫിഷാണ്. വേർ ഈസ് ദിസ് ബേർഡ് യൂഷ്വലി സീൻ. ഇത് എവിടെയാണ് കാണപ്പെടുന്നത്? പറഞ്ഞടാ, നമ്മളിവിടെ പറഞ്ഞല്ലോ. എവിടെയാണ് കാണപ്പെടുന്നത്? റിവർ ബാങ്ക്. പിന്നെ എവിടെയാണ്? നമ്മുടെ പുഴയുടെ തീരത്ത്. ഓർ എവിടെയാണ്? നിയർ ദ പോണ്ട് ഓർ നിയർ ദ പോണ്ട്. നിയർ ദ ഏതാണ്? പോണ്ടാണ് അല്ലേ? പോണ്ടിന്റെ സൈഡിലുമാണ് കാണപ്പെടുന്നത്. വാട്ട് കുഡ് ബി ദ റീസൺ ഫോർ ദാറ്റ്. എന്താ റീസൺ? എന്താണ്? ഇവർക്ക് എന്താണ് ഫുഡ് ഇവരുടെ മെയിൻ ഫുഡ് എന്ന് പറയുന്നത് ഫിഷാണ്. ഫിഷിനെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ എവിടെ നിൽക്കുന്നത്? നമ്മുടെ റിവർ ബാങ്കിന്റെ അടുത്തും നിയർ ദ പോണ്ടിന്റെ അടുത്തൊക്കെ അല്ലെങ്കിൽ പോണ്ടിന്റെ അടുത്തൊക്കെ ഇവർ എന്ത് ചെയ്യുന്നത്? താമസിക്കുന്നത് കേട്ടോ. ഇനി നെക്സ്റ്റ് അടുത്തതിലേക്ക് പോകാം കേട്ടോ. ദർ ആർ മെനി ക്രിയേച്ചർ അറൗണ്ട് ആസ് ഹൂ ഈറ്റ് വേരിയസ് കൈൻഡ് ഓഫ് ഫുഡ്. അപ്പം നിങ്ങൾക്ക് ഒരുപാട് ജീവികളെ അറിയാലോ. ഈ ജീവികളൊക്കെ, നിങ്ങൾക്ക് അറിയാവുന്ന ജീവികളൊക്കെ ഒരേ തരം ഫുഡാണോ കഴിക്കുന്നത്? അല്ല അല്ലേ? നമുക്കറിയാവുന്ന ജീവികൾ പലതരത്തിലുള്ള ഫുഡ് കഴിക്കുന്നുണ്ട്. വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫുഡ് ദാറ്റ് ദേ ഈറ്റ്. അപ്പോൾ ഇവർ കഴിക്കുന്ന പലതരം ആഹാരങ്ങൾ ഏതൊക്കെയാണ്? ഏതൊക്കെ ഫുഡാണ് ഇവർ കഴിക്കുന്നത്? നെക്സ്റ്റ് അടുത്ത് എന്താ ചോദിച്ചേക്കുന്നത്? വാട്ട് ഈസ് ദ മെയിൻ ഫുഡ് ഓഫ് ഗോട്ട്. അപ്പം നെക്സ്റ്റ് അടുത്ത് ചോദിച്ചേക്കുന്നത് നമ്മുടെ ഗോട്ടിന്റെ മെയിൻ ഫുഡ് എന്താണ് എന്നാ ചോദിച്ചേക്കുന്നത് കേട്ടോ. ഏട്ടാ, നമ്മുടെ ഗോട്ടിന്റെ മെയിൻ ഫുഡ് എന്താണ്? പറഞ്ഞേടാ. എന്തൊക്കെയാണ്? നമുക്ക് പറയാം അല്ലേ? നമ്മുടെ ജാക്ക് ഫ്രൂട്ടിന്റെ ലീഫ്. ഗോട്ടിന് ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ് ഇതെന്ന് പറയുന്നത് ജാക്ക് ഫ്രൂട്ടിന്റെ ലീഫ് എന്ന് പറയുന്നത് അല്ലേ? പ്ലാവില എന്ന് നമ്മൾ മലയാളത്തിൽ പറയും. നെക്സ്റ്റ് വേറെ ഏതാടാ? വേറെ ഏതൊക്കെയാണ് തിന്നുന്നത്? നമ്മുടെ ഗ്രാസ് തിന്നലുണ്ട് അല്ലേ? വേറെ ഏത് തിന്നും? ഗ്രാസ് തിന്നലുണ്ട്. പിന്നെ ഏതൊക്കെയാണ്? വിച്ച് അതർ ക്രിയേച്ചർ ഫീഡ് ദ പാർട്ട് ഓഫ് പ്ലാന്റ്. ഇനി നമ്മളോട് ചോദിച്ചേക്കുന്നത് വേറെ ആരൊക്കെയാണ് നമ്മുടെ പ്ലാന്റിന്റെ പാർട്സ് തിന്നുന്നത്? അതേപോലെ മലയാളത്തിൽ പറയുകയാണെങ്കിൽ സസ്യങ്ങളുടെ ഭാഗങ്ങൾ തിന്നുന്ന വേറെ ഏതെല്ലാം ജീവികളെ നിങ്ങൾക്കറിയാം? പറഞ്ഞേടാ, ഏതൊക്കെ ജീവികളെ അറിയാം? ഫസ്റ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട് ഡിയർ, റാബിറ്റ്. പിന്നെന്താണ്? കൗവ് എന്ന് വെച്ചാൽ ആരാണ്? നമ്മുടെ പശു അല്ലേ? പിന്നെന്താണ്? ഷീപ്പ് എന്ത് തിന്നലുണ്ട്? നമ്മുടെ സസ്യങ്ങളുടെ ഭാഗങ്ങളാണ് തിന്നല്, അല്ലെങ്കിൽ പ്ലാന്റ്സിന്റെ പാർട്ടാണ് മെയിൻലി കഴിക്കാറ് കേട്ടോ. നെക്സ്റ്റ് അടുത്തത്
ഫുഡ് ആൻഡ് ഹാബിറ്ററ്റ് ആണ് നമ്മൾ പറയുന്നത് കേട്ടോ. ഒബ്സർവ് ദ പിക്ചർ. ഇവിടെ നല്ല അടിപൊളി ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഈ പിക്ചർ എന്ത് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്? ജസ്റ്റ് ഒന്ന് ഒബ്സർവ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ആരൊക്കെയാണ് കൊടുത്തേക്കുന്നതെന്ന് പറഞ്ഞേടാ. സ്നേക്ക് ഉണ്ട്, പിന്നെന്താ ഫ്രോഗ്, ഗ്രാസ് ഓപ്പർ, ഗ്രാസ് ഷോപ്പർ, പിന്നെ വേറെ എന്തൊക്കെയാണുള്ളത്? വേറെ എന്തൊക്കെയാടാ? ക്രാബ് ഉണ്ട്, ടോർട്ടോയ്സ് ഉണ്ട് അല്ലേ? അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഇവിടെ കാണാനില്ലേ? ഉണ്ട് അല്ലേ? റൈറ്റ് ഓൺ ദ ക്രിയേച്ചർ സീൻ ഇൻ ദ പിക്ചർ. അപ്പം നിങ്ങൾ ഈ പിക്ചറിലുള്ള ആൾക്കാരെ എടുത്തെഴുതാനാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. ഈ പിക്ചറിലുള്ള ആൾക്കാരെ എന്ത് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്? എടുത്തെഴുതാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഈ പിക്ചറിലുള്ള ആൾക്കാരെ നിങ്ങൾക്ക് എഴുതാൻ പറ്റുമല്ലോ. മിസ് രണ്ടുമൂന്നെണ്ണം എഴുതരാവേ. ആരൊക്കെയാണ് ഉണ്ടാവുമെന്ന് പറഞ്ഞേ? ഫ്രോഗ് ഉണ്ട്, പിന്നെ ആരാണ്? ക്രെയിൻ ഉണ്ട്, പിന്നെ വേറെ ആരാ ഉള്ളത്? ഫ്രോഗ്, സ്നേക്ക് ഉണ്ട്, ദെൻ ക്രാബ് ഉണ്ട്. നിങ്ങൾ നോക്കി അങ്ങോട്ട് എഴുതിയാൽ മതി കേട്ടോ. നിങ്ങൾക്ക് അറിയാലോ, നിങ്ങൾ നോക്കി എഴുതിയാൽ മതി കേട്ടോ. വിച്ച് ഓഫ് ദർ ക്രിയേച്ചർ ഫീഡ് പ്ലാന്റ്സ്. ഇതിൽ പ്ലാന്റ്സിനെ തിന്നുന്നത് ആരൊക്കെയാണെന്ന് ചോദിച്ചേക്കുന്നത്? സ്മോൾ ഫിഷസ്. ഫിഷസ് എന്തിനാണ് തിന്നുന്നത്? പ്ലാന്റ്സിനെയാണ് തിന്നുന്നത്. പിന്നെ ആരാടാ പ്ലാന്റ്സിനെ തിന്നുന്നത്? ഗ്രാസ് ഷോപ്പർ എന്തിനെയാണ് തിന്നുന്നത്? ഗ്രാസ് ഷോപ്പർ നമ്മുടെ പ്ലാന്റിനെ ആയിരിക്കും തിന്നുന്നത്. വേറെ ആരാടാ? ഗ്രാസ് ഷോപ്പർ തിന്നും. പിന്നെ വേറെ ആരാ തിന്നുന്നത്? വേറെ ആരാന്നുള്ളത് ജസ്റ്റ് നമ്മൾ പിക്ചർ നോക്കിയിട്ട് ഒന്ന് ഐഡന്റിഫൈ ചെയ്യുക കേട്ടോ. വിച്ച് ക്രിയേച്ചർ ഫീഡ് ദ സ്മോൾ ഫിഷസ്. സ്മോൾ ഫിഷസിന് തിന്നുന്നത് ആരൊക്കെയാണ്? നമ്മുടെ സ്നേക്ക് തിന്നും. പിന്നെ ആരാണ്? ക്രാബ് തിന്നും. ക്രാബ് അല്ല, ക്രെയിൻ ആയിക്കോട്ടെ. സ്നേക്കും അതേപോലെ ക്രെയിനും എന്തിനെ തിന്നലുണ്ട്? ക്രെയിൻ വെച്ചാൽ എന്താണ്? കൊക്കാണ് കേട്ടോ. കൊക്കും എന്തിനെ തിന്നലുണ്ട്? സ്മോൾ ഫിഷസിനെ തിന്നലുണ്ട്. എവരി ക്രിയേച്ചർ ഇൻ ദ പിക്ചർ ഫീഡ് ഓൺ സം അതർ ഓർഗാനിസം. എന്താണ്? എല്ലാവരും എന്ത് ചെയ്യുന്നുണ്ട്? മറ്റൊരാളെ ആശ്രയിച്ചാണ്, അല്ലെങ്കിൽ ചിത്രത്തിൽ എന്താണ്? എല്ലാവരും മറ്റൊരാളെ എന്ത് ചെയ്യുന്നുണ്ട്? എല്ലാ ജീവികളും എന്തിനെയെല്ലാം ആഹാരമാക്കുന്നു എന്ന് നിങ്ങൾ കണ്ടല്ലോ. സ്മോൾ ഫിഷസ് ഫീഡ് ഓൺ പ്ലാന്റ്സ്. ചെറിയ ഫിഷസ് എന്തിനെ തിന്നുന്നു? പ്ലാന്റിനെ തിന്നുന്നു. ലാർജ് ഫിഷ് ആരെ തിന്നുന്നു? ഫീഡ് ഓൺ സ്മോൾ ഫിഷ്. ഫീഡ് ഓൺ എന്താണ് പറഞ്ഞേക്കുന്നത്? സ്മോൾ ഫിഷസിനെ തിന്നുന്നു. ക്രെയിൻ ഫീഡ് ദ ഓൺ ഫിഷസ്. കംപ്ലീറ്റ് ദ ഇത് ജസ്റ്റ് നമ്മളോട് ഈ ഒരു സ്ട്രക്ചർ കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. പ്ലാന്റ് തിന്നുന്ന ആരൊക്കെയാടാ? സ്മോൾ ഫിഷ് ഉണ്ട്. പിന്നെ വേറെ ആരൊക്കെ പറയാം? സ്മോൾ ഫിഷ്, സ്മോൾ ഫിഷും പിന്നെ ആരാ അവിടെ ഉള്ളത്? ഗ്രാസ് ഷോപ്പർ പറയാം അല്ലേ? ഓക്കെ, വേറെ ഏതാടാ? അത് രണ്ടും പറയാം അല്ലേ? ഇനി ഇതിനെ തിന്നുന്നത് ലാർജ് ഫിഷ് തിന്നും. ഫ്രോഗ് തിന്നും. ഫ്രോഗിനെ ആര് തിന്നും? ക്രെയിൻ തിന്നും അല്ലേ? അപ്പോൾ സ്മോൾ ഫിഷിനെ ലാർജ് ഫിഷ് തിന്നും. ലാർജ് ഫിഷിനെ ക്രെയിൻ തിന്നും. ഗ്രാസ് ഹോപ്പറിനെ ഫ്രോഗ് തിന്നുന്നു. ഫ്രോഗിനെ ആര് തിന്നുന്നു? ക്രെയിൻ തിന്നുന്നു. ഇനി അടുത്തത് വോമിൻ എന്ന് വെച്ചാൽ പുഴുവാണ് കേട്ടോ. പുഴുവിനെ ആരെ തിന്നാം? പുഴുവിനെ നമ്മുടെ സ്നേക്ക് തിന്നോട്ടെ. പുഴുവിനെ സ്നേക്ക് തിന്നുന്നു കേട്ടോ. നെക്സ്റ്റ് എടുത്ത് നോക്കാം അല്ലേ? ലിങ്ക് ടുഗദർ. ലിങ്ക് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. ഡിയർ റാബിറ്റ് ആൻഡ് ഗ്രാസ് ഷോപ്പർ ആർ പ്ലാന്റ് ഈറ്റിംഗ് ക്രിയേച്ചർ. ശരിയല്ലേ? ആരൊക്കെയാണ്? ഡിയർ എന്ന് വെച്ചാൽ ആരാണ്? മാന്. റാബിറ്റ് മുയൽ. ഗ്രാസ് സ്റ്റോപ്പർ എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ പുൽച്ചാടി. ഇവരെന്ത് തിന്നുന്നതാണ്? പ്ലാന്റ് ഈറ്റിംഗ് ക്രിയേച്ചറാണ് അല്ലേ? പ്ലാന്റ് തിന്നുന്ന ജീവികളാണ്. കംപ്ലീറ്റ് ദ ഫുഡ് റിലേഷൻഷിപ്പ് ബൈ ദ ആഡിങ് അതർ ക്രിയേച്ചർ ആൻഡ് ഫീഡ് ഓൺ ദം. അപ്പോൾ ഈ ഒരു എന്താണ് ഇത് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. പ്ലാന്റ് ആര് തിന്നുന്നു? ഡിയർ തിന്നുന്നു. ഡിയറിന് ആര് തിന്നുന്നു? നമുക്ക് കുറയ്ക്കണ്ട, നമ്മുടെ ലയൺ തന്നെ അങ്ങോട്ട് തിന്നോട്ടെ കേട്ടോ. ലയൺ തിന്നുന്നു. പ്ലാന്റിനെ ആര് തിന്നുന്നു? റാബിറ്റ് തിന്നുന്നു. റാബിറ്റിന് വീണ്ടും ആര് തിന്നുന്നു? ലയൺ തിന്നുന്നു അല്ലേ? ഇനി പ്ലാന്റിനെ ഗ്രാസ് ഷോപ്പർ തിന്നുന്നു. പിന്നെ ഇവനെ ആര് തിന്നുന്നു? സ്നേക്ക് ആയിക്കോട്ടെ. ഓക്കെ, നെക്സ്റ്റ് അടുത്ത് പറഞ്ഞേക്കുന്നത് പ്രസന്റ് ദ കംപ്ലീറ്റ് ഫുഡ് റിലേഷൻ ഇൻ ദ ക്ലാസ്. അപ്പോൾ നിങ്ങളോട് എന്താ പറഞ്ഞേക്കുന്നത്? നിങ്ങൾ എഴുതിയ ഫുഡ് റിലേഷൻ ജസ്റ്റ് ക്ലാസ്സിലൊന്ന് അവതരിപ്പിക്കുക. എക്സ്പാൻഡ് ദ ഫുഡ് റിലേഷൻ ബൈ ദ ആഡിങ് മോർ ഓർഗാനിസം ആൻഡ് ഇല്ലുസ്ട്രേറ്റ് ഇൻ ദ സയൻസ് ഡയറി. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന കൂടുതൽ ആൾക്കാരെ വിപുലീകരിച്ച് നിങ്ങൾ സയൻസ് ഡയറിയിലേക്ക് എഴുതാനാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. ലിവിങ് ബിഗിൻ ഡിപ്പെൻഡ് ഓൺ വൺ അനദർ ഫോർ ദ ഫുഡ്. ദിസ് ഇന്റർ റിലേഷൻഷിപ്പ് എമംഗ് ദം ഈസ് ദ ഫുഡ് വെബ്. അപ്പോൾ എന്താ പറഞ്ഞു വെച്ചാൽ ആഹാരത്തിനായിട്ട് അല്ലെങ്കിൽ ഫുഡിനായിട്ട് ജീവികൾ അല്ലെങ്കിൽ ലിവിങ് തിങ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുന്നുണ്ട്? ആശ്രയിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഈ ഒരു റിലേഷൻഷിപ്പിനെ നമ്മൾ പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? ഫുഡ് വെബ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ആഹാരത്തിനായിട്ട് ജീവികൾ എന്ത് ചെയ്യുന്നുണ്ട്? അങ്ങോട്ടും ഇങ്ങോട്ടും ആശ്രയിക്കുന്നുണ്ട്. ഈ ഒരു ആശ്രയത്തിന് നമ്മൾ പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? ഫുഡ് വെബ് എന്നാണ് നമ്മൾ ഇതിനെ പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് ഇവിടെ ഒരു ഫുഡ് വെബ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്താണ് ഫുഡ് വെബ്? എന്താണ്? നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. ട്രീയിൽ നിന്ന് ഡിയർ തിന്നുന്നു. ഡിയറിന് ആര് തിന്നുന്നു? നമ്മുടെ ടൈഗർ തിന്നുന്നു കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് പൂരിപ്പിക്കാൻ പറ്റുന്നേ ഉള്ളൂ കേട്ടോ. നമ്മുടെ എന്താണ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു പ്ലാന്റ് റാറ്റ് തിന്നുന്നു. റാറ്റിനെ ക്യാറ്റ് തിന്നുന്നു. ക്യാറ്റിനെ ആര് തിന്നുന്നു? നമ്മുടെ പുലി തിന്നുന്നു. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാനുള്ളൂ? ജസ്റ്റ് ഒന്ന് പൂരിപ്പിക്കാനേ ഉള്ളൂ കേട്ടോ. നിങ്ങൾ തന്നെ നോക്കിയിട്ട് ചെയിൻ നോക്കിയിട്ടൊന്ന് പൂരിപ്പിച്ച് നോക്കിയാൽ മതി കേട്ടോ.
ഓക്കെ, അടുത്തത് കോ എക്സിസ്റ്റൻസ് ഓഫ് അറ്റ് ദ സീ. അപ്പോൾ പറയുന്നത് എങ്ങനെയാണ്, ഹാവ് യു സീൻ ദ വേരിയസ് ഫുഡ് റിലേഷൻഷിപ്പ് ഓൺ ലാൻഡ്. അപ്പം നിങ്ങൾ നമ്മുടെ ലാൻഡിലെ ഫുഡ് റിലേഷൻഷിപ്പിനെ കുറിച്ച് ഓൾറെഡി നിങ്ങൾ കണ്ടില്ലേ. ഇൻ ദിസ് വേ ദ സീ ഓൾസോ ഹാവ് എ വേരിയസ് ഫുഡ് റിലേഷൻഷിപ്പ്. അപ്പോൾ അവിടെ മാത്രമാണ് ഫുഡ് റിലേഷൻഷിപ്പ് ഉള്ളത്? അല്ല, എവിടെയും ഉണ്ട്. നമ്മുടെ ലാൻഡിൽ മാത്രമല്ല, എവിടെയും ഉണ്ട്, സീയിലും ഫുഡ് റിലേഷൻഷിപ്പ് ഉണ്ട് എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, കുറച്ച് പേരെ കൊടുത്തിട്ടുണ്ട്. ആരൊക്കെയാണ്? ഷാർക്ക്. ഷാർക്ക് നിങ്ങൾക്ക് കോമൺലി അറിയാവുന്ന ഒരു ഫിഷാണ് അല്ലേ. ഷാർക്ക് ഉണ്ട്, പിന്നെ ആരാളുള്ളത്? സർഡെയിൻ ഉണ്ട്, സ്മോൾ ഫിഷസ് ഉണ്ട്, പിന്നെ എന്താണ്, സീ ടർട്ടൈൽ ഉണ്ട്, വേറെ ആരാളുള്ളത്? പാങ്ടൺ ഉണ്ട് അല്ലേ. സ്മോൾ സീ ക്രിയേച്ചർ ആർ ഷോൺ ഇൻ ദ പിക്ചർ. ലുക്ക് അറ്റ് ദ ഇൻഫർമേഷൻ ഇൻ ദ ടേബിൾ ബിലോ ആൻഡ് ഡ്രോ ദ ഫുഡ് വെബ് ആൻഡ് ഇൻക്ലൂഡഡ് ദിസ് ഓർഗാനിസം. അപ്പോൾ നമ്മളോട് പറഞ്ഞേക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ കടലിലെ ജീവികളാണ് ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നത്. ഇവരെ വെച്ചിട്ട് എന്ത് ചെയ്യുക, ഒരു ഫുഡ് വെബ് ക്രിയേറ്റ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. അപ്പോൾ ഷാർക്ക് നോക്കിക്കേ, ഷാർക്ക് എന്തിനാണ് ഫുഡ് കഴിക്കുന്നത്? പിന്നെ ഷാർക്ക് എന്തിനാണ് കഴിക്കുന്നത്? സ്ക്വിഡ് തിന്നും, ഫിഷസ് തിന്നും, സീ ടർട്ടൈൽ തിന്നും അല്ലേ. അടുത്തെന്താണ്? സർഡൈൻ എന്താണ്? സ്മോൾ ഫിഷസിനെയും അതേപോലെ പാങ്ടണിനെയുമാണ് തിന്നുന്നത്. സീ ടർട്ടൈൽ പ്ലാന്റ് പാർട്സ് ആൻഡ് ഫിഷസ് തിന്നും അല്ലേ. സ്മോൾ ഫിഷസ് തന്നെയാണ് തിന്നുന്നത്? പാങ്ടണിനെയാണ് തിന്നുന്നത്. സോ മെനി ഫുഡ് റിലേഷൻഷിപ്പ്. നെക്സ്റ്റ് അടുത്ത് എന്താ പറഞ്ഞേക്കുന്നത്? ഒരു ഇതിനെ ഉൾപ്പെടുത്തി നിങ്ങളോടൊരു എന്താണ് ഫുഡ് വെബ് ഉണ്ടാക്കാനാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കൊരു ഫുഡ് വെബ് ഉണ്ടാക്കി നോക്കിയാലോ. എങ്ങനെ ഉണ്ടാക്കാം? ഫസ്റ്റ് കൊണ്ട് നമുക്ക് പാങ്ടണ് കൊടുക്കാം. ഫുഡ് വെബ് പാങ്ടണ് ആര് തിന്നുന്നു? സ്മോൾ ഫിഷസ് തിന്നുന്നു കേട്ടോ. പാങ്ടണ് ആര് തിന്നുന്നു? നമ്മുടെ സ്മോൾ ഫിഷസ് തിന്നുന്നു. സ്മോൾ ഫിഷസിനെ ആര് തിന്നുന്നു? ഷാർക്ക് തിന്നുന്നു. റെഡി അല്ലേടാ? ആര് തിന്നുന്നു? ഷാർക്ക് തിന്നുന്നു. ഓക്കെ, അല്ലെങ്കിൽ ഇങ്ങനെയും കൊടുക്കാം. പാങ്ടണ് സ്മോൾ ഫിഷസ് ആര് തിന്നുന്നു? സർഡെയിൻ തിന്നുന്നു. കിട്ടുമല്ലോ, അതും എഴുതാം കേട്ടോ, കുഴപ്പമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾ ഉണ്ടാക്കിയാൽ മതി കേട്ടോ. ഒബ്സർവ് എ ട്രീ ഇൻ യുവർ സറൗണ്ടിങ് കണ്ടിന്യൂസ്ലി ഫോർ ഫ്യൂ ഡേയ്സ്. ഡ്രോ എ ഫുഡ് വെബ് ഇൻ യുവർ സയൻസ് ഡയറി ദാറ്റ് ഇൻക്ലൂഡഡ് ഓർഗാനിസം യു ഒബ്സർവ്. അപ്പോൾ നിങ്ങളോട് പറഞ്ഞേക്കുന്നത് എന്താ വെച്ചാൽ, നിങ്ങളുടെ വീടിൻ്റെ പരിസരത്തുള്ള ഒരു മരത്തെ തുടർച്ചയായിട്ട് നിങ്ങൾ എന്ത് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്? ഒബ്സർവ് ചെയ്യുക, അല്ലെങ്കിൽ നിരീക്ഷിച്ചു കൊണ്ടിരിക്കാനാണ് പറഞ്ഞേക്കുന്നത്. എന്നിട്ട് എന്താ ചെയ്യേണ്ടത്? ഈ മരത്തിൽ വരുന്നവരെയും പോകുന്നവരും ഈ മരത്തിൽ എന്തൊക്കെ നടക്കുന്നുണ്ട് അത് വെച്ചിട്ട് നിങ്ങൾ ഒരു ഫുഡ് വെബ് ഉണ്ടാക്കാനാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. ഉണ്ടാക്കാൻ പറ്റുമോ? ഫുഡ് വെബ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുമല്ലോ. ജസ്റ്റ് ഒന്ന് നിങ്ങൾ നോക്കിയാൽ മതി കേട്ടോ. നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള മരങ്ങൾ നോക്കുക, അത് വെച്ചിട്ട് എന്ത് ചെയ്യുക? ഒരു ഫുഡ് വെബ് ഉണ്ടാക്കുക കേട്ടോ. അടുത്തത് എന്താ പറഞ്ഞേക്കുന്നത്? ഫോർ സർവൈവൽ ഒബ്സർവ് ദ പിക്ചർ. ഇവിടെ പിക്ചറിൽ എന്ത് എടുത്തിട്ടുണ്ട്? ഒരുപാട് പേരെ കൊടുത്തിട്ടുണ്ട് അല്ലേ. ആരൊക്കെയാണ് ഉള്ളത്? ക്രൈൻ ഉണ്ട്, ക്രാബ് ഉണ്ട്, ഫ്രോഗ് ഉണ്ട്, ഡക്ക് ഉണ്ട്, ടൊർട്ടോയ്സ് ഉണ്ട്, അങ്ങനെ കുറേ പേരുണ്ട് അല്ലേ. ഫിഷസ് ഉണ്ട്, അങ്ങനെ ഒരുപാട് പേര് ഈ ഒരു പിക്ചറിലുണ്ട്. ഡിഡ് യു സീ ദ ഫിഷ് ഇൻ ദ പൂള്? നിങ്ങൾ എന്തിനെ കാണുന്നുണ്ടോ? കുളത്തിൽ മത്സ്യത്തെ കണ്ടുവല്ലോ, ശരിയല്ലേ? കുളത്തിൽ ആരെ കണ്ട്? നിങ്ങൾ കുളത്തിൽ മീനിനെ കാണുന്നുണ്ടോ? കുളത്തിൽ മീനിനെ കാണുന്നുണ്ടോ? ഉണ്ടല്ലേ. പിന്നെന്താടാ പറഞ്ഞേക്കുന്നേ? വാട്ട് കോമ്പോണൻറ്റ് ഡസ് ദ ഫിഷ് നീഡ് ടു സർവൈവ്? ഒരു ഫിഷിന് സർവൈവ് ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് ഈ ഒരു പോണ്ടിൽ ജീവിക്കാൻ ഇതിന് എന്തെല്ലാം കാര്യങ്ങൾ ആവശ്യമാണ് എന്നാ ചോദിച്ചിരിക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങൾ ആവശ്യമാണ്? ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഏതാണ്? സൺലൈറ്റ് ആവശ്യമാണ് അല്ലേ. സൺലൈറ്റ് ആവശ്യമാണ്. പിന്നെ ഏതൊക്കെ ആവശ്യം? സൺലൈറ്റ് വേണം. പിന്നെ വേറെ എന്തൊക്കെയാണ് വേണ്ടത്? ഇതിന് വേണ്ട ചില സസ്യങ്ങളുണ്ട് കേട്ടോ. അക്യൂട്ടിക് പ്ലാന്റ്സ് എന്ന് വെച്ചാൽ ജലസസ്യങ്ങളാണേ. അക്യൂട്ടിക് പ്ലാന്റ്സ് എന്ന് വെച്ചാൽ ജലത്തിൽ കാണപ്പെടുന്ന സസ്യങ്ങളാണ് കേട്ടോ. ജലസസ്യങ്ങളാണ്. പിന്നെന്താ വേണ്ടത്? ഓക്സിജൻ വേണം അല്ലേ. ഓക്സിജൻ വേണം. ഓക്കെ, പിന്നെന്താ വേണ്ടത്? വാട്ടർ വേണം. ഓക്സിജൻ വേണം, വാട്ടർ വേണം. ശരിയല്ലേടാ? ജസ്റ്റ് അതൊന്ന് അവിടെ എഴുതി വെക്കുക കേട്ടോ.